അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെയൊക്കെ കിടന്ന ശേഷം പൂക്കൊക്കെ അടഞ്ഞ് അയ്യോ ഓടി ചെറിയൊരു നീരീച്ചുണ്ടായിരുന്നു, അത് ഇത്തിരിയും കൂടി. നല്ല ക്ലൈമറ്റ് കേട്ടോ, തണുത്തിട്ട് വയ്യ. ഇപ്പോൾ രാവിലെ ഒന്നും എനിക്കില്ല, രാവിലെ ഒന്നും ഇവിടെ നിറച്ചും കോട ചെയ്തുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്യാവശ്യം നമ്മളിപ്പോൾ തെളിഞ്ഞൊരു ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇനി കൊടൈക്കനാൽ മൊത്തം കാണാൻ പോവാണ്. നമ്മൾ താമസിച്ച സ്ഥലത്തിന് ഒരു ഏതൻ പാരഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അങ്ങനെ ഇനി ഇവിടെ നിന്ന് ഓരോരുത്തരും ഇനി റെഡി ആക്കിയിട്ട് വേണം ഇനി നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് ഇനി പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് ചായ വന്നു. ചായ കുടിച്ചിട്ട് നമ്മൾ ബ്രോ ഇല്ലടാ എവിടെയാട്ടാ എവിടെ? ഗായ്സ് ഇങ്ങനെ നമുക്ക് രാവിലെ തന്നെ ഒരു കട്ടൻ ചായ കൊണ്ടുവന്നു ഇവിടുത്തെ ചേട്ടൻ. കട്ടൻ ചായ കുടിച്ചിട്ടാവാ ഗൈസ്. അങ്ങനെ നോക്കി നമ്മൾ ഇവിടുന്ന് ബാഗൊക്കെ ചെയ്ത് ഇറങ്ങി നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഇനി പോവാ വയ്യാണ്ടായി. അങ്ങനെ നമ്മൾ ഇനി വണ്ടിയിൽ ബാഗ് വെച്ചിട്ട് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണോ? ആഹാ, ചെറിയൊരു ചൂടത്തേക്ക് കയറി വന്നപ്പോൾ എന്തൊരു സുഖമല്ലേ. ഗൈസ് അങ്ങനെ നമ്മളൊരു പൈൻ ഫോറസ്റ്റ് അവിടെ നിർത്തി. ഇവിടെ ഒരു കിടിലം വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? നമ്മളത് എൻജോയ് ചെയ്യാൻ പോണു ഗൈസ്. അയ്യോ ഗൈസ് നമ്മളിവിടെ കയറിപ്പോട്ടത് കോട വന്നു. ഇവിടുന്നൊക്കെ കയറി വരണേ. ഇതിലൊന്നും കാണാനില്ലല്ലോ, കണ്ടിട്ടല്ലേ? കോട പോയി തുടങ്ങിയിട്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഇത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി അതിന്റെ മുകളിൽ കയറിയിട്ട് വേണമെങ്കിൽ കാണാം. ഞാൻ അതിന്റെ മുകളിൽ കയറാം. ലിൻസിയുടെ തിരക്ക് കഴിഞ്ഞു വാ. അങ്ങനെ നമ്മൾ കുറേ നേരം നിന്നതിന് ശേഷം കോടയൊക്കെ ഒന്ന് മാറി വെയിൽ വന്നു തുടങ്ങി. ബട്ട് അടുത്ത സൈഡിൽ നിന്ന് കോട വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ വ്യൂ എന്ന് പറഞ്ഞത്. ചെറുതായിട്ട് കോട ഇല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ 10 രൂപ കൊടുത്ത് വ്യൂ ചെറിയ ഇതിലേക്ക് കണ്ടു. ഇത്തിരി വെയിൽ അങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു വ്യൂ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോട വന്നു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. മൂക്കൊക്കെ അടഞ്ഞിട്ട് തണുപ്പടിച്ച് മൂക്കടഞ്ഞിട്ട് ഒന്നും പറയാനും തോന്നില്ല, പറയാനും പറ്റില്ല. നല്ല തലവേദന അല്ലേ? നല്ല വെയിലാട്ടോ ഇവിടെ ഇപ്പോൾ. പക്ഷെ വെയിലടിക്കുന്നുണ്ടെങ്കിൽ നല്ല തണുവുണ്ട് അല്ലേ? നിരീക്ഷൊന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. ഇവിടെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റുമായിരിക്കും. ബട്ട് കയറി പോകാൻ പറ്റും തോന്നണില്ലേ? അല്ല കയറി പോകണ്ട. നമുക്ക് ഇതിൽ കയറിയിട്ട് അതിലിറങ്ങാം. ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകണതിൻ്റെ ഒരു വീഡിയോ പിടിച്ചാണ്ടല്ലോ, സീനാണ്. മഴ
കുറച്ചുകൂടി നീങ്ങിയിട്ട് പൈൻ ഫോറസ്റ്റിൻ്റെ അത് പൈൻ ഫോറസ്റ്റ് മാത്രമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നു. എൻ്റെ പൊന്നു, ഇവിടെ നിന്ന് അവിടെ കുറേ നടന്നു പോകാനുണ്ട്. മറ്റന്നാളാ പിന്നെ ഉണ്ണിവാ നോക്കി ഉണ്ണിവാ വലിച്ചിങ്ങനെ കാറ്റിനെ കാട്ടി രഞ്ജിത്തിന്റെ കുറെ ഐഡിയകളെ അങ്ങനെ കഴിച്ച് നമ്മൾ കയറുന്ന വഴിക്ക് നമ്മൾ അവിടെ ഒരു കിടലും സ്പോട്ട് കണ്ടു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. എടാ അത് മേക്കോടെ കയറി വന്നാലും മതി. ഒമ്പോ എല്ലാരും കയറിയിരിക്കും. എന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കാം. ഇളക്കല് മനസ്സില്ല. നീ കേറ പോയി പോയി അങ്ങോട്ട് വ്യൂ. ഗൈസ് അങ്ങനെ നമ്മള് അതിസാഹസികമായി ഒരു മരത്തിന്റെ ഉള്ളിൽ കൂടെ കേറി നമ്മള് ഇവിടെ എത്തി. ആ പേടി കേറിയാ നീ പറഞ്ഞാണ് കേറിയാ. നീ ഡയലോഗ് അടിക്കില്ലേ, നീ മിണ്ടാതിരുന്നോ? ആ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇവിടത്തെ വ്യൂ. രണ്ട് പൊട്ടന്മാര് താഴെ അല്ലെ, രണ്ടുപേര് താഴെ നിൽക്കുന്നു. നമ്മൾ മുകളില് കേറി അടിപൊളിയായിട്ട് വൈബ് ആസ്വദിക്കുന്നു. ഓക്കെ അങ്ങനെ ഗൈസ് നമ്മള് ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് പോയിട്ട് നമ്മളിനി നേരെ ഇനി അടുത്ത സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് പോവാണ്. ഗൈസ് ഗുണ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നൊക്കെയാണ് പറയണത്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് കൊറേ കാണാണ്ടെന്ന് പറഞ്ഞേ. ആനെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ സ്ഥലത്തെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം. എനിക്കറിയാത്തോണ്ടാണ്. അറിയാൻ ആരെങ്കിലും പറയാ. കൊള്ളാലോടാ അവിടെ കാണണ്ടല്ലേ. അപ്പൊ അവിടത്തേക്കാൾ ഇത്തിരി കോടി ഉണ്ടല്ലേ ഗായ്സ്. അങ്ങനെ ഇത് നമ്മൾ അവിടെ നിന്ന് കിട്ടാത്ത നമ്മുടെ കോട അതായത് നമ്മളിങ്ങനെ അന്വേഷിച്ചു വരുന്നു. ആ പിന്നെ കോടയൊക്കെ കാണും. കോടയായിരുന്നു ഒമ്പു ഇത്ര നിന്നോ. എന്റെ പൊന്നു ഗൈസ്, സീൻ സ്ഥലം നോക്കിയേ, നിറച്ചു പേര് കയറി പോയില്ലേ. പൊളി. എന്റെ പൊന്നു വേരുകളിങ്ങനെ പിടിച്ചു വന്നേക്കുന്ന കാണാം.
എല്ലാവിടെയും പോയ പോലെ എല്ലാ വ്യൂ പോയിന്റും പോയ പോലെ തന്നെയാണ് ഇവിടെയും കോട. ഒന്നും കാണാൻ പറ്റുള്ളേ. പക്ഷെ നമ്മൾ അന്ന് വന്നിട്ട് മൊത്തം കണ്ടു. കാരണം അന്നത്തെ നമ്മൾ അത്യാവശ്യം വെയിലുള്ള സമയത്താണ്, മൺസൂൺ കാലത്തല്ല വന്നത്, അത്യാവശ്യം വെയിലുള്ള സമയത്താണ് വന്നത്. ഇപ്പോൾ ഈ കോടയ്ക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെ കോട മാറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. പക്ഷേ കോടയുള്ള കാരണം നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കിടക്കാനുണ്ട്. അവിടെ വരെ നടന്നിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ ലൈക്കിൻ്റെ അവിടെ എത്തി. ചേട്ടാ ബോട്ടിങ്ങിന് പോകണ്ടായിരിക്കല്ലോ, വാ അങ്ങോട്ട് പോവാം. ബോട്ടിങ്ങിനുള്ള കയറാനുള്ള സ്ഥലത്തെത്തി. ഗായ്സ് അങ്ങനെ നമ്മൾ 4 പേര് ബോട്ടിങ്ങിലേക്ക് പോവാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ചവിട്ടാലേ. എന്തില്ല ചേട്ടാ കേട്ടാ താഴെ വെച്ചോ. ഗൈസ് ഞാനാണ് കപ്പിത്താൻ. അയ്യോ കാലയിച്ചു. രണ്ടുപേരും ഓടേ സമയം നോക്കിയിട്ടില്ല ചേട്ടാ. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ പറയാട്ടെ. ഓരോ ഷേപ്പിലുണ്ട് ഇവിടെ ബോട്ട്. ലിൻസൺ ചേട്ടൻ കൊച്ചിലുള്ള ബോൾ മുറുക്കി പിടിച്ച് കൺട്രോളിങ് ഞാനാ. എങ്ങനെയുണ്ടാ ഇടിച്ചഞ്ഞ് വിവരം കിട്ടാ. ഓ കണ്ടു ഇടുക്കി. അത് ഞാനല്ലേ ഓപ്പറേറ്റ് ചെയ്യണേ. ചവിട്ട്. ഇവര് രക്ഷയില്ല, ഇവര് പോരാ. നമ്മുടെ കൂടെ പിടിക്കാറായിട്ടില്ല ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ച് നമ്മൾ ഏകദേശം ടൈം 6:45. അപ്പോൾ നമ്മളിവിടെ നേരെ പോവാണ്. ഇന്ന് ഇവിടെ നിന്ന് ഇപ്പോഴേ ഇറങ്ങിയാലാണ് ഒരു 12 മണിക്കുള്ളിൽ വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി നാളെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും കൊടൈക്കനാലിൽ എന്തായാലും നൈസ് വൈബായിരുന്നു, സെറ്റായിരുന്നു. നല്ല തണുപ്പ്. എന്താല്ലേ ഇന്നലെയൊക്കെ അല്ലേ സൈത്തരം പറയും. സൈത്തരം ഇന്നലെ ഐസ് ഇട്ട പോലെ കിടന്നെന്ന് പറയണേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് അതിൻ്റെ പേയാണ്. അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ.